സൃഷ്ടാവായ ദൈവമായ യേശു ക്രിസ്തുവും ശിഷ്യന്മാരും സഞ്ചരിച്ചിരുന്ന പടകിലാണ് കൃത്രിമ കാറ്റുകൾ ഉണ്ടാക്കി ശിഷ്യന്മാരെ ഭയപ്പെടുത്തുവാനും ശിഷ്യന്മാർ കർത്താവിനെ സംശയിക്കേണ്ടതിനും വേണ്ടി പിശാച് കാറ്റടിപ്പിച്ചത്. അപ്പോൾ പിശാചിന്റെ തന്ത്രത്തിൽ ശിഷ്യന്മാർ ഭയപ്പെട്ടു. അവർ കർത്താവിനെ സംശയിക്കുകയും ചെയ്തു. അവർ ചോദിച്ചു, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ഇത്തരത്തിൽ ദൈവത്തെ സംശയിക്കുവാനും ദൈവത്തെ ചോദ്യം ചെയ്യുവാനും പ്രാർത്ഥന മടുത്തു പോകുവാനും ദൈവത്തെ നിന്ന് അകറ്റിക്കളയുവാനും വേണ്ടി പിശാച് കൊണ്ടുവരുന്ന സകല കാറ്റുകളെയും അതിൻ്റെ തന്ത്രത്തിൽ ദൈവമക്കൾ മനസ്സിലാക്കണം. പിശാചിന്റെ തന്ത്രത്തെ ശിഷ്യന്മാർക്ക് കർത്താവ് മനസ്സിലാക്കി കൊടുത്തത് എങ്ങനെയാണ്? കാറ്റിനെയും കടലിനെയും ശാസിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ കാറ്റ് അടിച്ചില്ലായിരുന്നുവെങ്കിൽ തങ്ങളുടെ പടകിലിരിക്കുന്ന ഗുരുനാഥൻ, കാറ്റിൻ്റെയും കടലിൻ്റെ മേൽ അധികാരമുള്ള ദൈവമാണെന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലാക്കാൻ കഴിയില്ലായിരുന്നു. ആ കാറ്റടിപ്പിച്ചത് കൊണ്ടാണ് തങ്ങളുടെ സൃഷ്ടാവും തങ്ങളുടെ സംരക്ഷകനും തങ്ങളുടെ രക്ഷകനുമായ കർത്താവ് പടകിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തങ്ങൾ രക്ഷപ്പെട്ടു എന്നവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാറ്റിനാൽ ഉലയുന്നവർ കാറ്റടിക്കുമ്പോൾ പതറിപ്പോകാൻ സാധ്യതയുണ്ട്, തളർന്നു പോകാൻ സാധ്യതയുണ്ട്. കാറ്റിനെ തരണം ചെയ്യുവാൻ അത്തരം സന്ദർഭങ്ങളിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയും കർത്താവിൽ ആശ്രയിക്കുകയും കർത്താവിൽ ശരണപ്പെടുകയും ചെയ്യുന്ന യാതൊരു വ്യക്തിക്കും ഏത് കാറ്റടിച്ചാലും അതിനെ തരണം ചെയ്യുവാനുള്ള കൃപ, ദൈവ സാന്നിധ്യം, ദൈവത്തിൻ്റെ ശക്തി, ദൈവീയ ഉറപ്പ്, ധൈര്യം, ബലം ഇതെല്ലാം ദൈവം പകർന്നു തരും. എന്നാൽ യേശു ഉണ്ടായിട്ടും ഞങ്ങൾക്കിത് സംഭവിക്കുന്നുവല്ലോ എന്ന് യേശുവിനെ സംശയിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നവർക്ക് മനസ്സിൻ്റെ ഉളറകൾ സംശയവും അവിശ്വാസവും മുറിവുകളും ഉണ്ടാകുന്നു. അത് നിമിത്തം ദുരാത്മാക്കൾക്ക് പ്രവേശിക്കുവാൻ ഇടം കൊടുക്കുന്നു. ദൈവമക്കൾ ഒരിക്കലും കർത്താവിനെ സംശയിക്കുകയും അവിശ്വസിക്കുകയും ചെയ്യരുത്. ക്രിസ്തുവിൽ പൂർണ്ണ വിശ്വാസമുള്ളവരായിരിക്കുക.